ആദ്യമേ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കലാപരിപാടികൾ നടത്തിയാലോ. ആദ്യമേ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ചായ ആദ്യമേ വെച്ച് അത് തിളപ്പിക്കുക എന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ. ചായക്കകത്ത് തിളച്ച് കഴിഞ്ഞാൽ തേയിലപ്പൊടി ഇടണം. അത് തിളച്ച് വരുമ്പം പഞ്ചസാര ഇടണം. അതിന് ശേഷം ചായ എടുത്ത് ആദ്യമേ നമ്മളൊന്ന് കുടിക്കുക. അപ്പോഴല്ലേ നമുക്കൊരു ഉന്മേഷം വരുള്ളൂ. കാര്യം വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചായ കുടിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായിരിക്കും. മിക്കവർക്കും ചിലവർ കുടിക്കത്തില്ല. ഞാൻ പക്ഷേ കുടിക്കും. എനിക്ക് കുടിച്ചില്ലെങ്കിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിനുശേഷം മാവിനകത്തോട്ട് ഞാനൊരു പുതിയ വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യമേ ഒരു സവോള അരിയുക, പിന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം അടിക്കുക. അടിച്ചതിന് ശേഷം ഇത് മാവിനകത്തേക്ക് ഒഴിച്ച് ഇളക്കുക. ഇതിനകത്ത് പച്ചമുളക് ഞാൻ ഇടത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ദോശ കഴിക്കുമ്പോൾ ചിലപ്പം പച്ചമുളക് കടിക്കുമ്പോൾ വല്ലാത്തൊരു എരിവായിരിക്കും. അതുകൊണ്ട് ഞാനത് ഇടത്തില്ല. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ദോശ ചുടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ ചുട്ടെടുക്കണം. ചുട്ടെടുത്തതിന് ശേഷം അതെടുത്ത് കാസറോളിനകത്ത് ഇടുക. അതാണല്ലോ നമ്മൾ അടുത്തത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതെന്തോ പറയേണ്ടത് എന്നാണെന്നറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ സമ്മന്തി അടിച്ചിട്ട് നമുക്ക് അതിന് കടുക് പൊട്ടിക്കണമല്ലോ. കടുക് പൊട്ടിച്ച് അതും അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാം. അപ്പം കടുക് പൊട്ടിക്കുന്ന കാണിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ദോശ പകുതിയേ ആവുന്നുള്ളല്ലോ ഗൈസ്. അത് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ ഞാൻ ദോശ ഒരെണ്ണമേ ചുട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഞാൻ പിന്നെ പാൻ അപ്പുറത്ത് വെച്ച് കടുക് പൊട്ടിച്ച് പത്തിലമുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം സമ്മന്തിക്കുള്ളത് അരച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്തു. അങ്ങനെ സമ്മന്തി കടുക് വറുത്തെടുത്ത് അതിനുശേഷം പിന്നെയും ഒരു ദോശ ചുട്ടാനായിട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ അടുപ്പിലോട്ട് തന്നെ വെച്ച് നമുക്ക് ആ ദോശ ചുട്ടെടുക്കാം. അതിനുശേഷം തലേദിവസം ഇരിക്കുന്ന സാമ്പാറുണ്ടായിരുന്നു ഗൈസ്. അതപ്പം ആ സാമ്പാർ കളയാനൊക്കെ എന്തായാലും ഞാൻ തലേദിവസം വെക്കുകയാണ്. അതിനൊരു പ്രശ്നമില്ല, നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാനൊന്ന് കടുക് വറുത്ത് അതും എടുക്കും. കടുക് വറുത്ത് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ അത് അടിപൊളി സാമ്പാറായി. അതിനുശേഷം പിന്നെ ഞാൻ ഓർത്തു ഒരു മുട്ടയല്ല 2 മുട്ട എടുത്ത് കറിവേപ്പിലയും സവോളയും പച്ചമുളകും അതിനകത്ത് ഇടത്തില്ല. അപ്പോൾ പച്ചമുളകിന് പകരം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അതും ഓംപ്ലേറ്റ് ആക്കി എടുത്തതിന് ശേഷം അതും അതുപോലെ തന്നെ ആ പാനിലേക്ക് തന്നെ ഒഴിച്ച് വറുത്തെടുക്കണം.